ഇപ്പോൾ ഈ കേസിൽ ഒന്നാം പ്രതിയായിരുന്ന KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ബേസിൽ പാറേക്കുടിയും ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട് അതിഥിയായി. ബേസിൽ അടക്കമുള്ളവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോയപ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് ശ്രീ ഹസ്കറിന് അറിയാത്തതല്ല. ബേസിൽ, നിങ്ങളുടെ കാര്യത്തിൽ പോലീസ് ചുമത്തിയ വകുപ്പുകൾ, പോലീസ് ഉണ്ടാക്കാൻ ശ്രമിച്ച ആഖ്യാനം, അതൊക്കെ കോടതിയിൽ എങ്ങനെയാണ് പിന്നീട് വിലപ്പോകാതെ പോയത്? ഹലോ, കേൾക്കാവോ? കേൾക്കാം. ആദ്യമേ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പല പ്രക്ഷോഭങ്ങളും പല പ്രതിഷേധങ്ങളും നമ്മൾ നടത്തുകയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു മാധ്യമത്തിനും, ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഒരു മാധ്യമത്തിനോ ഒരു ആളുകൾക്കോ ആർക്കും ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നടത്തിയില്ല. ഒരു സമരം, KSU, യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ LDF, DYFI, SFI, ABVP എല്ലാ സംഘടനകളും സമരം നടത്തുന്നു. അപ്പോൾ ഈ സമരം നടത്തുമ്പോൾ അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുമ്പോൾ മീഡിയാസ് അവിടെ എത്തുന്നു, അല്ലെങ്കിൽ എങ്ങനെ സമരം നടത്തുമ്പോൾ അറിയുന്നത് മീഡിയാസ്. അപ്പോൾ മീഡിയാസിനെ കൃത്യമായി അറിയിച്ചുകൊണ്ട് സമരം. അല്ലാതെ ഇതിൻ്റെ അകത്തൊരു ഗൂഢാലോചന എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഗവർണർ താമസിച്ച സ്ഥലത്തിൻ്റെ മതിൽ ചാടിക്കിടക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ കൈരളി ഉൾപ്പെടെയുള്ള ചാനലുകൾ അത് എക്സ്ക്ലൂസീവായിട്ട് പോയി, പല ചാനലുകളും പോയി. അപ്പോൾ അതിൻ്റെ അകത്തൊന്നുമില്ലാത്ത ഗൂഢാലോചന ഈ കേസിൽ വരുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഈ പറയുന്ന അവിടെ ഇരുന്ന് ഇടത് സഹയാത്രികൻ പറയുകയുണ്ടായി, ഇതൊരു ഷുഗർ വലിയ എന്തോ ഒരു അപരാധം പോലെയൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ സഹപ്രവർത്തകരെ, സംസ്ഥാന KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്, എൻ്റെ സഹപ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുകയും ഹെൽമെറ്റ് കൊണ്ട് തലക്കടിക്കുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ജില്ലയിലൂടെ ഈ ദൂരത്തിൻ്റെ സദസ്സ് കടന്നു വരുമ്പോൾ ഈ നോക്കി നിൽക്കാനൊന്നും ഞങ്ങൾക്ക് സാധിക്കും. ഞാൻ പറഞ്ഞു, ഒരു പ്രീ പ്ലാൻഡ് സമരമാക്കി തീർക്കാൻ വേണ്ടി, ഒരു നിർബന്ധിത സമരമായിട്ട് മാറിയതാണ്. എൻ്റെ സഹപ്രവർത്തകർ ഇത്രയും ഒരു ഏകാധിപത്യ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോയപ്പോൾ എൻ്റെ സഹപ്രവർത്തകരെ ഇത്രയും നീചമായ രീതിയിൽ ഉപദ്രവിച്ചപ്പോൾ അതിൻ്റെ അനന്തരഫലമായിട്ടൊരു നിർബന്ധിത സമരത്തിലേക്ക് ആയിട്ട് ഞങ്ങൾ കടന്നുപോയതാണ്. ഞാൻ പറയുകയുണ്ട്, KSU ഒരു നിരോധിത സംഘടനയൊന്നുമല്ല. സമരം ചെയ്യുമ്പോൾ അത് വിളിച്ചറിയിക്കും. ഇതിനു മുമ്പ് കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സാറ്. ആ ഉമ്മൻചാണ്ടി സാറ് ഈ പറയുന്ന ആളുകളുമായിട്ട് സംവദിക്കാൻ വേണ്ടി ഇതുപോലത്തെ ആളുകളായിട്ട് സംവദിച്ച് വെറുതെ ഒന്ന് പോകുന്ന പരിപാടിയല്ലായിരുന്നു. അപ്പാപ്പ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കി വകുപ്പ് മേധാവികളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കി പോയ ഒരു പരിപാടി, ജനസമ്പർക്ക പരിപാടി കേരളത്തിന്റെ മണ്ണ് കണ്ടതാ. അപ്പോൾ ഇതുപോലെയൊന്നും നടത്താൻ പറ്റില്ല. അതുപോലെ ആ പരിപാടി നടത്തിയപ്പോൾ DYFIക്കാർ MC റോഡ് മൊത്തം തടഞ്ഞു. ഈ DYFIക്കാർ അദ്ദേഹത്തിന്റെ കാറിന്റെ ചില്ല് പൊളിക്കുകയും അദ്ദേഹത്തിന് പരിക്കേൽപ്പിക്കുകയും ചെയ്യിച്ചു. ഇതില് അറ്റംപ്റ്റ് ടു മർഡർ സെക്ഷൻ 308 ഇട്ട് ഞങ്ങൾക്കെതിരെ കേസെടുത്തപ്പോൾ ഈ പെരുമ്പാവൂരുള്ള കോടതിയിലെ മജിസ്ട്രേറ്റ് പറഞ്ഞു എന്തെന്നറിയാവോ? എങ്ങനെയാണ് 308 നിലനിൽക്കുന്നത്? ഈ മജിസ്ട്രേറ്റ് പറഞ്ഞു തന്നെ 308 വായിപ്പിച്ചു. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ APPയെ കൊണ്ട് 308 ഞങ്ങൾ നിൽക്കുമ്പോഴാണ് കോടതിക്കകത്ത് 308 എന്താണെന്ന് എടുത്തു വായിപ്പിക്കുന്ന അവസ്ഥ. എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇവർ പറയുന്ന വലിയ കൃത്യം ചെയ്തു എന്ന് പറയുന്ന, BJP അദ്വാനിക്കെതിരെ ഷൂസ് എറിഞ്ഞിട്ടുണ്ട്, ജോർജ് ബുഷിനെതിരെ ഷൂസ് എറിഞ്ഞിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യവുമായിട്ട് ഇന്ന് കേരളത്തിൻ്റെ ജനത മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടായപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ പറയുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ DYFIൻ്റെ ഗൂഡ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗുണ്ടകൾ, ഒരു പറ്റം ഗുണ്ടകളെ ഈ പറയുന്ന പുറകിൽ വരുന്ന സിയാമിൻ്റെ കമാൻഡോസ് എന്ന് പറയും തിരിച്ചറിയാൻ പറ്റും ഞങ്ങൾക്ക്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കൊടുത്തു. ഈ പറയുന്ന പിറ്റേ ദിവസം കോടതിയിൽ ഞങ്ങളുടെ പ്രൊസീഡ് ചെയ്തപ്പോൾ ഞങ്ങൾ കൊടുത്തു. ഈ പറയുന്ന ഇത്രയും പേരാണ്, ഞങ്ങൾ ഇത്രയും പേര് കണ്ടാൽ അറിയാവുന്ന ഇത്രയും പേർ ചേർന്നാണ് ഞങ്ങളെ മർദ്ദിച്ചതെന്ന് പറഞ്ഞു. അവർക്കെതിരെ ഒരു കേസ് എടുക്കാൻ ഇനി കേസെടുക്കുമായിരിക്കും നവകേരള സദസ്സ് കഴിയുമ്പോൾ. അവരെ കണ്ടാൽ തിരിച്ചറിഞ്ഞു. അടിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ അടിയല്ല. പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ദിവസം SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോയെ തലോടിക്കൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടു. ഉണ്ണിബാബ വാ പോ എന്ന് പറഞ്ഞുകൊണ്ട് തലോടിക്കൊണ്ട് പോകുന്നത് കണ്ടു. അപ്പോൾ ഒരു കാര്യം പറയാം, എൻ്റെ കൂടെ സഹപ്രവർത്തകൻ്റെ മുഖത്ത് കല്ല് വെച്ചെറിയുക, തോക്കുകൊണ്ട്, അടിവയറ്റിൽ തോക്കുകൊണ്ട് കുത്തുന്ന അവസ്ഥ. മജിസ്ട്രേറ്റ് ചോദിച്ചു, എവിടെയാണ് ഈ ഉപദ്രവിച്ച CMന്റെ കമാൻഡോസ് എവിടെന്ന് ചോദിച്ചു. അപ്പോൾ പറയാൻ ഉത്തരമില്ലെന്ന് മാത്രമല്ല, ഞങ്ങളെ മെഡിക്കലിന് ഹാജരാക്കിയത് പാതിരാത്രി. പോലീസിന്റെ ഒത്തുകളി, മെഡിക്കലിന് ഹാജരാക്കിയത് പാതിരാത്രി 12 മണിക്കാണ്. അപ്പോൾ പോലീസ് കൃത്യമായിട്ടുള്ള ഇതൊരു എന്താ പറയുക, പോലീസിന്റെ വെൽ പ്ലാൻഡ് ആണ്. പിന്നെ ഈ CPMന്റെ വക്കീലാണെന്നാണ് പറയുന്നത് അഡ്വക്കേറ്റ് K അരുൺകുമാറിന്റെ അടുത്ത് ഞാനൊരു കാര്യം പറയാം. അഡ്വക്കേറ്റ് അരുൺകുമാറിന്റെ പിറ്റേ ദിവസത്തെ ഒരു പറയുന്ന ഇൻസ്റ്റാഗ്രാമിലും അദ്ദേഹം ഫേസ്ബുക്കിലിട്ട് ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി. നവകേരള ബസ് തകർക്കാൻ ബസ്സിന് നേരെ ഷൂ എറിഞ്ഞ പ്രതി ബേസിൽ വർഗീസും പ്രമുഖ ചാനൽ പ്രവർത്തകയും തമ്മിൽ നിരവധി ഗൂഢാലോചന, വാട്സപ്പ് ചാറ്റിംഗ്. ഇതാണ് ആ പോസ്റ്റ്. ഈ പറയുന്ന അരുൺകുമാറിനെ ഞാൻ വെല്ലുവിളിക്കുക, അദ്ദേഹം ആ ചാറ്റിംഗ് ഒന്ന് കാണിച്ചു തന്നാൽ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം നിർത്താം. ഞാൻ വിചാരിച്ചിരുന്ന അരുൺകുമാർ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു ചർച്ചയ്ക്ക്. അപ്പോൾ അഡ്വക്കേറ്റ് KS അരുൺകുമാറിനോട് ഞാൻ പറയുകയാണ്, ഈ പറയുന്ന ബേസിൽ പാറേക്കുടി എന്ന് പറയുന്ന ഞാനും ഈ പറയുന്ന ചാനൽ പ്രവർത്തകനും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റിംഗ് കാണിക്കുകയാണ്, ഞാൻ എൻ്റെ പണി നിർത്തി വീട്ടിൽ പൊക്കോളാം. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, കൈരളി ചാനൽ എന്ന് പറയുന്ന ചാനലിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനത്തെ വിരട്ടലും വിലപേശലും ഒന്നും വേണ്ട അരുൺകുമാറെ. അക്കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇന്നിപ്പോൾ അരുൺകുമാർ ഒരു പോസ്റ്റ് ഇട്ടു, ഇടത് സഹയാത്രികൻ ഇവിടെ ഇരുന്ന്
പറയുകയുണ്ട്. അതുകൊണ്ട് ഞാനിത് എടുത്തു പറയുന്നതാണ്. ഒന്നാം പ്രതി ബേസിലുമായി, അതായത് 20ഓളം ഫോൺ കോൾ, എല്ലാ പ്രതികളുമായി കോൺഫറൻസ് കോൾ, പ്രതികളുമായി നിരവധി ഫോൺ ചാറ്റുകൾ = 120B IPC. ഈ പറയുന്ന മാധ്യമങ്ങളെ അറിയിക്കുക എന്നുള്ളത് സംസ്ഥാന KSU കമ്മിറ്റി ജനറൽ സെക്രട്ടറി പ്രക്ഷോഭം ഉണ്ടാകും അല്ലെങ്കിൽ പ്രതിഷേധമുണ്ടാകും എന്ന് അറിയിക്കുക എന്നുള്ളത് എല്ലാ സംഘടന നിരോധിത സംഘടനയൊന്നുമില്ല കേരള വിദ്യാർത്ഥി യൂണിയൻ. അപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകയുടെ വാക്ക് കേട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമം പറയുന്നത് കേട്ടിട്ട് സമരം നടത്താനോ പ്രക്ഷോഭം നടത്താനുള്ള സംഘടനയൊന്നുമില്ല KSU. ആരുടെയും വാക്ക് കേട്ടിട്ട് സമരം നടത്തുന്നവരല്ല കേരള വിദ്യാർത്ഥി യൂണിയൻ. അത് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. ഒരെണ്ണ സമരം മുതൽ ഈ പറയുന്ന എല്ലാ സ്വാശ്രയ സമരം മുതൽ എല്ലാ സമരങ്ങളും നടത്തി ഒരു മാധ്യമ പ്രവർത്തകരുടെയും വാക്ക് കേട്ടിട്ടില്ല. അപ്പോൾ സമരം നടത്താനൊക്കെ അല്പസമയത്തിനും അരുൺകുമാർ ഈ ചർച്ചയിൽ പങ്കുചേരും.